ഹലോ യൂട്യൂബ്, നിങ്ങൾക്കെല്ലാവർക്കും റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ, ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ടീസ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചൊരു റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടീസ്പ്രിംഗ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടീസ്പ്രിംഗിൽ അക്കൗണ്ട് തുടങ്ങി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, പുതിയ പുതിയ ഡിസൈനുകളും അതിന് നിങ്ങൾക്കൊരു എക്സാമ്പിളൊക്കെ നോക്കാൻ പറ്റിയൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഗൂഗിളിൽ ചെന്നിട്ട് ടീസ്പ്രിംഗ് ഡിസ്കവർ എന്നടിക്കുക. ടീസ്പ്രിംഗ് ഡിസ്കവർ എന്നടിക്കുമ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ടീഷർട്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഡിസൈനുകളാണെന്നൊക്കെ അവർ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകൾ ഡിസൈൻ ചെയ്തതാണ് ഈ ടീഷർട്ടുകളെല്ലാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്, ഓരോ ടീഷർട്ടിൽ എത്ര എണ്ണമൊക്കെ വെച്ചാൽ വിറ്റ് പോയിരിക്കുന്നതെന്ന് നോക്കണം. 6 മണിക്കൂറും 13 മിനിറ്റും ഇനിയും ബാക്കിയുണ്ട് ഈ ടീഷർട്ടുമേ. 150 പുള്ളിയുടെ ടാർഗറ്റ്. പുള്ളി 439 എണ്ണം വിറ്റു. അതിനിപ്പോൾ ഞാൻ അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് പുള്ളി വിൽക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ പുള്ളി ഇതേപോലെ ഓരോ ടീഷർട്ടും 22.99 വിൽക്കുന്നത്. ഇതിങ്ങനൊരു ഗ്രാഫിക് ഡിസൈനിങ് ടീഷർട്ടിലുണ്ടാക്കാൻ ഏറ്റവും കുറഞ്ഞത് അയാൾക്കൊരു $12-13 ആവുന്നുണ്ടാവുള്ളൂ. അയാൾ ഈ സാധനം വിൽക്കുന്നത് $22.99 അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ആ മൊത്തം പൈസയും പുള്ളിക്ക് ലാഭമാണ്. അത്രയും വില കൂടുതലിന് വിറ്റിട്ടും പുള്ളി 439 എണ്ണം വിറ്റു 21 ദിവസം കൊണ്ട്. പുള്ളി ടാർഗറ്റ് 150. അപ്പോൾ ഇത് ഓൾറെഡി പുള്ളി ടാർഗറ്റ് എത്തി. അപ്പോൾ ഈ ടീഷർട്ട് ഓൾറെഡി ടീസ്പ്രിംഗുകാർ ഉണ്ടാക്കി തുടങ്ങി, പുള്ളിക്ക് പ്രോഫിറ്റും കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇത്രയും സിമ്പിളാണ്. പുള്ളി ഡിസ്ക്രിപ്ഷനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടുമില്ല. അപ്പോൾ വേറെ ടീഷർട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ടീഷർട്ട് ഉണ്ടോ, റീഡ് മോർ ബുക്സ്, അത് 100 പുള്ളിയുടെ ടാർഗറ്റ്. 210 എണ്ണം പുള്ളി വിറ്റു. ഇനി 4 ദിവസം ബാക്കി കിടപ്പുണ്ട്. അതും ഇനിയിപ്പോൾ ഞാൻ ഈ ടീഷർട്ട് എത്ര രൂപയ്ക്ക് അയാൾ വിൽക്കുന്നതെന്ന് നോക്കുക. അയാളത് $20 വിൽക്കുന്നത്. ഇങ്ങനെ ഒരു നിസ്സാര ഒരു ടീഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ അയാൾക്കൊരു 9.95 ആയിട്ടുണ്ടാവുള്ളൂ. ആ 9.95 ഉണ്ടാക്കുന്ന സാധനം പുള്ളി $20 വിൽക്കണം. അതായത് $10 പുള്ളിക്ക് ഓരോ ടീഷർട്ടും ലാഭം. പുള്ളി 210 എണ്ണം വിറ്റു. അപ്പോൾ എന്തോരം ലാഭം പുള്ളിക്ക് ഒരൊറ്റ ടീഷർട്ടും ഉണ്ടാക്കണമെന്നായിരിക്കും. ഇനി 4 ദിവസം ബാക്കിയും കിടക്കുന്നുണ്ട്. അപ്പം നിസ്സാര ഡിസൈനുകളൊക്കെയാണ്, പക്ഷെ ആളുകൾ വാങ്ങിക്കും. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിരുന്നത് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ താഴത്ത് നിങ്ങൾക്ക് വേറെയും ഡിസൈനുകളൊക്കെ കാണാം. നിങ്ങൾക്കൊരു ക്ലൂ കിട്ടാൻ വേണ്ടിയുണ്ട്. 20 പുള്ളിയുടെ ടാർഗറ്റ്. പുള്ളി 3000 എണ്ണം വിറ്റു. അത് എത്ര രൂപയ്ക്കാണ് $5 വിറ്റത്. $5 പുള്ളിക്കാരനത് വിൽക്കാൻ സാധിച്ചത് കൊണ്ടാണ് പുള്ളി അത്ര എണ്ണം വിറ്റ് പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഈ നമ്പറുകൾ നോക്കാതുണ്ടോ. 300 ടാർഗറ്റ്, 525 എണ്ണം വിറ്റു $18. ഇനി ഒരാഴ്ചയും കൂടി ആകുമ്പോൾ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ നിസ്സാര ഡിസൈനുകൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഡിസൈൻ പോലുമില്ല. എന്നിട്ടും പുള്ളി 200 എണ്ണം ടാർഗറ്റ് ഉണ്ടായിട്ട് 539 എണ്ണം വിറ്റു. ഓക്കെ, $19. അപ്പോൾ പുള്ളിയുടെ ലാഭം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ടീസ്പ്രിംഗിൽ പലരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിസൈനുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടാക്കുക. അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. വിറ്റ് മാക്സിമം പൈസ കുറച്ചിട്ട് നിങ്ങൾ ആദ്യമേ ഒത്തിരി ലാഭം ഉണ്ടാക്കാൻ നോക്കരുത്. ലാഭം വേണം, പക്ഷേ തുടക്കത്തിൽ അധികം ലാഭമില്ലാതെ സാധനങ്ങൾ വിറ്റഴിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനുകൾ ജസ്റ്റ് ഒരു റെഫറൻസിന് നോക്കാൻ പറ്റിയ വെബ്സൈറ്റാണ് ഈ ടീസ്പ്രിംഗ്/ഡിസ്കവർ എന്ന് അടിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ വന്ന് ടീസ്പ്രിംഗ് ഡിസ്കവർ എന്ന് അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ പേജിലെത്തും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോക്കുക. പുതിയ ഡിസൈനുകൾ കാണുക, ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. അതുപോലെ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ടീഷർട്ട് ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.